ഹായ്, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിനം എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്കിന്നൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഴി രണ്ടായി കട്ട് ചെയ്ത് അതിനെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇടാം. ഇട്ടതിന് ശേഷം കുറച്ച് വിനാഗിരി വെള്ളമായിട്ട് നമുക്കതിലേക്ക് പാത്രത്തിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം നമുക്ക് വെക്കാം. കാരണം ഈ ചിക്കൻ്റെ ഒരു പച്ച ഒരു മണം വരും, അതിനെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കും. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി അതിലേക്ക് വെള്ളം വെച്ചതിന് ശേഷം കുറച്ച് വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പിലേക്ക് വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് തീ കൊടുക്കാം. നമ്മളങ്ങനെ വെള്ളം വെച്ച് വെള്ളത്തിലേക്ക് ആവശ്യമായ ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഒരു 4 അല്ലി ചെറുതായി അരിഞ്ഞ് നമുക്ക് അതിലേക്ക് ഇടാം. അതിനുശേഷം 5 പച്ചമുളക് അരിഞ്ഞ് നമുക്ക് അതിലേക്ക് വെള്ളത്തിലേക്ക് ഇടാം. ഓക്കെ, നമുക്ക് ഒരു 5 ഏലക്ക അതിലേക്ക് ഇട്ടു. സ്വല്പം ഗ്രാമ്പൂ നമുക്ക് അതിലേക്ക് ഇടാം. അങ്ങനെ കഴുകി വൃത്തിയാക്കി നമ്മൾ വിനാഗിരിയിൽ മുക്കി വെച്ച ആ ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ കൊച്ചുമക്കൾ പോലും, ഇന്ന് 4 വയസ്സുള്ള കുട്ടികൾ പോലും എന്ത് വേണമെന്ന് ചോദിച്ചാൽ മന്തി വേണമെന്ന് പറയുന്ന കാലമാണ്. മന്തി നമ്മുടെ നാട്ടിലൊക്കെ നല്ല ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ഒരു ചിക്കൻ 8ആയി കട്ട് ചെയ്യാം. ഓക്കെ, നല്ല സ്വാദിഷ്ടമായ നല്ലൊരു മന്തി നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതിൽ മുകളിൽ വരുന്ന ഇതിനെ കോരി ഒഴിവാക്കുക. കാരണം ഇതതിൻ്റെ അഴുക്കാണ്, നെയ്യ് അതിൻ്റെ കൊഴുപ്പും മറ്റുള്ള രക്തത്തിൻ്റെയും അതിൻ്റെ അഴുക്ക്, അത് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ കോരി അത് മാറ്റാം. അങ്ങനെ നമ്മളതിൽ മുകളിൽ വന്നതെല്ലാം ഒരു മാറ്റി എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു കഷ്ണം പട്ട എടുത്ത് കറുകപ്പട്ട അതിലേക്ക് ഇട്ട് കൊടുക്കും. അടുത്തതായി ഇതിലേക്ക് ഇടേണ്ടത് ഒരു മീഡിയം സൈസിലൊരു ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞ് സവാള അരിഞ്ഞ് നമുക്ക് എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഇടുമ്പോൾ അത് കൂടി പോകാൻ പാടില്ല. കൂടിയാൽ റൈസിന് അത് നല്ല രീതിയിൽ മധുരം ഉണ്ടാകും. അതുകൊണ്ട് ഉള്ളി ഇടുമ്പോൾ ആവശ്യത്തിന് മാത്രം ഒരു ചെറിയ ഉള്ളി ഇതിലിട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കതിലേക്ക് അങ്ങനെ ഉള്ളി നമ്മൾ വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്നതാണ് മന്തി മസാല. ഇപ്പോൾ എല്ലായിടും അവൈലബിൾ ആണ്. മന്തി മസാലയുടെ ഒരല്പം പൗഡർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ഈ ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂറായി. നമുക്കിത് 1 മണിക്കൂറാണ് ഇങ്ങനെ വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ചിക്കൻ 1 മണിക്കൂറോളം വേവിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി ഒരു വെള്ളം പോകുന്നൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റും. ഓക്കെ, അങ്ങനെ ഈ ചിക്കൻ എല്ലാം ഇതിന് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം കോരി മാറ്റിയതിനു ശേഷം നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് ഇതിലുള്ള നമ്മളതിൽ നേരത്തെ ചേർത്ത ഉള്ളി ഇതിനെല്ലാം കൂടി നമുക്ക് നീക്കം ചെയ്യാം. അതിനെ കോരി മാറ്റാം. നമ്മൾ എല്ലാം ഒരു അരിയിൽ മാറ്റിയ ഉള്ളി എല്ലാം കോരി മാറ്റി അതിനുശേഷം നമുക്ക് അതിലേക്ക് ബസ്മതി റൈസ് ആണ് ഞാൻ 1/2 മണിക്കൂറിന് മുമ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ച് കഴുകിയെടുത്തത്. അതിനെ നമുക്ക് അതിലേക്ക് അങ്ങനെ നമ്മൾ ആ വെള്ളത്തിലേക്ക് അരി ഇട്ടു. അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 4 ഉണക്ക നാരങ്ങ. മന്തി മസാല വന്നപ്പോൾ അതിൻ്റെ കൂടെ കിട്ടും ഞാൻ മസാല. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. അതോടെ കിടന്ന് തിളക്കട്ടെ. അത് പിന്നെ സുഹൃത്തുക്കളെ, പിന്നെ എൻ്റെ വേഷവിധാനങ്ങളെ കണ്ട് ഞാൻ വലിയ ഷെഫൊന്നുമല്ല. നിങ്ങളെപ്പോലെ എൻ്റെ ഗുരു എൻ്റെ മാതാവാണ്. ഇന്ന് എൻ്റെ മാതാവ് ഇല്ല, ഞങ്ങൾ ഇന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ട് 1 വർഷം തികയാൻ പോകും.
ഈ വരുന്ന റമദാൻ മാസം 12-ാം തീയതി ആകുമ്പോൾ 1 വർഷം കഴിയാണ്. എൻ്റെ ഉമ്മ ആണ് എൻ്റെ പാചകത്തിൻ്റെ രീതി. എൻ്റെ ഉമ്മ എങ്ങനെയൊക്കെ കറി വെച്ചാലും നല്ല രീതിയിലുള്ള കറി വെച്ച്, പിന്നെ നമ്മുടെ എല്ലാവരുടെയും മാതാവ് ഉണ്ടാക്കുന്ന കറികളെല്ലാം ഒരു ഷെഫുകൾക്ക് കഴിയില്ല അല്ലേ. എത്ര കുക്കിംഗ് പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാവ് ഉണ്ടാക്കുന്ന കഞ്ഞിയുടെ ടേസ്റ്റ് പോലും നമ്മൾ ഉണ്ടാക്കി കിട്ടില്ല. അത് ശരിയല്ലേ? അപ്പം നമുക്ക് ഈ അരി തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ അരി നമ്മൾ അതിലിട്ട് അത് വേവാൻ വെച്ചു. അത്രയും നമുക്ക് ഈ ചിക്കൻ റെഡിയാക്കണം. നമ്മൾ കോരി മാറ്റി വെച്ച ചിക്കനെ റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഫുഡ് കളർ മഞ്ഞ, കുറച്ച് ഫുഡ് കളർ മഞ്ഞ, നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത അരി ഇടുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഞാനിട്ട് മാറ്റി വെച്ചിരുന്നു. ആ വെള്ളത്തിലേക്ക് കുറച്ച് പൗഡർ അതിലേക്ക് ഇട്ടു. അതിനുശേഷം കുറച്ച് ഉപ്പ്, നമ്മളതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം അല്പം ലെമൺ ജ്യൂസ്, നാരങ്ങ നീര് കുറച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു. അതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തത് നമ്മൾ അതിലേക്ക് ഇടുന്നത് ഒരു തക്കാളി പേസ്റ്റാണ്. ഞാനതിലേക്ക് കുറച്ച് തക്കാളി പേസ്റ്റ് ആഡ് ചെയ്തു, ഫുള്ളിട്ടിട്ടില്ല, അതിൻ്റെ പകരം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ വെച്ച് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇറക്കിയെടുക്കാം. എല്ലാവരും വീട്ടിൽ ഇതേ കണക്ക് പരീക്ഷിക്കുക. ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റി ആയിട്ട് മന്തി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാവരും ക്ഷമിക്കണം, നമ്മുടെ വീഡിയോയിൽ മൈക്കില്ല, അതുകൊണ്ട് സംസാരം സൗണ്ട് കുറച്ച് കിട്ടും. എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ചിക്കനെല്ലാം നമ്മൾ എല്ലാം നിരത്തി അതിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതായത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ സോസ് അതിന് അതിൻ്റെ മുകളിലൂടെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അതെല്ലാം കൂടി അതിൽ വെച്ച് അതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയി. ഇതിനെ ഇനി നമുക്ക് ഒന്ന് ഓവനിൽ വെക്കാം. ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് അടച്ചതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ച് ഒരു 20 മിനിറ്റോളം ഓവനിൽ വെക്കാം, മീഡിയം ഫ്ലെയിമിൽ. ഓക്കെ, നമ്മളത് കവർ ചെയ്തു. അതിന് നമുക്കത് ഓവനിലേക്ക് വെക്കാം. ഓക്കെ, നമ്മളത് ഓവനിൽ വെച്ച് അടുത്ത് നമ്മുടെ റൈസ് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത നമുക്ക് റൈസിലേക്ക് ഇടേണ്ടത് എരിവില്ലാത്ത 5 മുളക് നമ്മളിതിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ഉള്ളി നമുക്കിതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്തതിന് നമുക്കൊരു ഓയിൽ പേപ്പർ വെച്ച് ഇതിനെ അടയ്ക്കാം. നിങ്ങളെല്ലാവരും ഇത് വീഡിയോയിൽ വെച്ച് നോക്കുക. അതുപോലെ ഓവൻ ഇല്ലാത്തവരെ നമ്മളിപ്പോൾ ചെയ്ത് അതേ കണക്ക് വെച്ച് കുക്കറിലോ മറ്റോ എടുത്ത് വെച്ച് അതിനെ ഒന്ന് റെഡിയാക്കി ഓവർ ഫ്രൈ ആവാൻ പാടില്ല. എണ്ണ ഉപയോഗിക്കരുത്. കുക്കറിൽ ഇതിനെ വെച്ചതിന് ശേഷം അല്പം വെള്ളവും വെച്ച് അടച്ച് നമ്മുടെ ചിക്കൻ റെഡിയാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈസിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് 20 മിനിറ്റ് തമ്മിൽ തന്നെ അത് വേണം. ചെറിയ തീ വയ്ക്കുക, ചുവട്ടിൽ പിടിക്കാതെ എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് തീ ഓവറാണ്, നമ്മളിപ്പോൾ ഇത് കുറയ്ക്കും. അങ്ങനെ നമ്മൾ ചിക്കൻ ഓവനിൽ വെച്ചിട്ട് 20 മിനിറ്റ് ആയി. നമുക്കതിൻ്റെ കവറിങ് ഒന്ന് എടുത്തു മാറ്റാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്കത് ഓപ്പൺ ചെയ്ത് വെച്ച് ഓവൻ വയ്ക്കാം. ഓക്കെ, നമ്മുടെ റൈസ് എന്തായി നോക്കാം. റൈസിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഉണ്ടോ? നമുക്ക് ആ ചിക്കൻ റെഡി ആകുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടി അടുപ്പത്ത് തന്നെ വയ്ക്കാം. നമ്മുടെ മന്തി റൈസിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 ഉള്ളി അരിഞ്ഞ് മിക്സിയിലേക്കിട്ട്
അതിനുശേഷം പച്ചമുളകിൻ്റെ പേസ്റ്റ്, ഗ്രീൻ ചില്ലി പേസ്റ്റ് കുറച്ച് അതിലേക്ക് ഇട്ടാം. അടുത്ത നമ്മളതിലേക്ക് കുറച്ച് ജിബിൻ, ഇതൊരു വെറൈറ്റി സൈഡ് ഡിഷാണ്. 2 സ്പൂൺ ജിബിൻ അതിനകത്ത്. അതിനുശേഷം കുറച്ച് മയോണൈസ് അതിലേക്ക് ആഡ് ചെയ്യാം. എന്തായാലും പോയില്ല. 2 സ്പൂൺ മയോണൈസ് അതിലേക്ക് ഇട്ട് അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ടത് യോഗട്ട്, കുറച്ച് തൈരാണ്. അതിലേക്ക് ഏകദേശം 5 സ്പൂണോളം തൈര് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്ത നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് ഒലിവ് ഓയിലാണ്. കുറച്ച് ഒലിവ് ഓയിൽ അതിലേക്ക് ആഡ് ചെയ്യാം. അല്പം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ അടച്ച് നമുക്കൊന്ന് ആട്ടിയെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ മന്തിയുടെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അടുത്ത നമുക്ക് റൈസ് നോക്കാം. അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റൈസ് റെഡിയായി. അടുത്ത നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കാം. ചിക്കനും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് നമുക്ക് 25 പേർക്കുള്ള ഫുഡാണ് ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഹായ്.